കുറച്ച് ക്രിയേറ്റേഴ്സ് വർക്കലയിൽ നിന്ന് ഫോണിൽ ഒരു കാര്യം ഷൂട്ട് ചെയ്യുന്നു, ഹെൽത്തി കുട്ട എന്നുള്ള വീഡിയോ ആണ്, അത് നെറ്റ്ഫ്ലിക്സ് ആണ് കമന്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ലോക്കലി നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കോണ്ടന്റ് എത്രമാത്രം ഇന്റർനാഷണൽ ആവുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു പ്യുവർലി ഓൺ മെറിറ്റ്. കറക്റ്റ്. വെൽക്കം ടു മലയാളം സിനിമ. വലിയ ഫാനാണ് ഞാനും ഈ ക്യാമറയ്ക്ക് പിറകിലിരിക്കുന്ന എല്ലാവരും, എല്ലാ ആളുകളും അവരൊക്കെ തലയാട്ടുന്നുണ്ട്. അപ്പൊ എത്രമാത്രം എന്താ പറയാ, ഒരു നമുക്ക് പുതിയൊരു കാര്യം അറ്റംപ്റ്റ് ചെയ്യാണല്ലോ വലിയ സ്കെയിലിൽ, വലിയ ബഡ്ജറ്റിൽ, എത്രമാത്രം ഉള്ളിൽ ടെൻഷൻ ഉണ്ട്? ആദ്യമായിട്ട് ആൻഡ് ചെറിയൊരു ഇതുണ്ട്, ഇതെന്താവുമെന്ന് അറിയില്ല. പടം ഇറങ്ങി ആൾക്കാരെ അഭിപ്രായത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. അപ്പൊ അതിന് മുന്നേ എന്താണെന്ന് കറക്റ്റ് അറിയില്ല. അവര് കണ്ടാലേ കറക്റ്റ് നമുക്കും ആ ഉത്തരം കിട്ടും, നമ്മൾ എന്താണ് ചെയ്തത്, ചെയ്ത് വെച്ച കാര്യങ്ങളെല്ലാം. ഹാഷിറിന്റെ പേരിൽ കുറെ അധികം ഫാൻ പേജുകള്, ഇപ്പോൾ ഒരു പുതിയ ക്രിയേറ്റർ ഉണ്ടാവുകയാണെങ്കിൽ ഹാഷിറിന് ശേഷം വിഭവം കൊള്ളാം അങ്ങനെയൊക്കെ ഒരു ബെഞ്ച് മാർക്കിലൊക്കെ ആളുകൾ കമന്റ് ചെയ്യുക, ആളുകൾ ഇങ്ങനെ ഒരാൾക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാവും എന്നൊക്കെ പറയാം നിങ്ങളുടെ ടീമിന് മൊത്തത്തിൽ. ഇതൊക്കെ കാണുമ്പോൾ ഞാൻ വളരെ ഉത്തരവാദിത്തത്തോടുകൂടി മുന്നോട്ട് പോകണം അങ്ങനെ ഒരു തോന്നലൊക്കെ ഉള്ളിൽ വരുന്നുണ്ടോ? അതെ 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 അതെ. കാര്യം ആൾക്കാർ ശ്രദ്ധിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ കൊണ്ടായി. നേരത്തെ നമ്മള് ഒരു ഇപ്പൊ എത്രയെന്ന് പറഞ്ഞാലും നമ്മള് സിമ്പിളായിട്ട് കണ്ടാൽ മതി, നമ്മൾ നമ്മളായിട്ട് നിന്നാതി എന്ന് പറഞ്ഞാലും നമ്മൾ നമ്മളായിട്ട് നിൽക്കേണ്ട സ്ഥലത്തെ നമ്മൾ അങ്ങനെ നിൽക്കത്തുള്ളൂ. അതായത് നമ്മള് പുറത്ത് ഒരിക്കലും അങ്ങനെ നിൽക്കാറില്ല. കാര്യം അതൊരു പൊതു സ്ഥലമാണെന്ന് അറിയാവുന്നതുകൊണ്ട് ചിലപ്പോൾ അത് പല രീതിയിൽ അത് എതിർപ്പ് വരും. എനിക്ക് ഇവരുടെ പേഴ്സണലി ഭയങ്കര ഇന്ററപ്റ്റ് ചെയ്തതിൽ ക്ഷമിക്കണം, ഭയങ്കര റെസ്പെക്ട് തോന്നി. ഒന്ന് കുറച്ച് ഇവരുടെ പെർഫോമൻസ് ടൈമിലുണ്ട്, ഇല്ലാന്നല്ല. അല്ലാതെ ഇവരുടെ ഒരു മൊത്തത്തിൽ ഒരു പരിപാടി, ഇവർ അറ്റൻഷൻ സീക്കേഴ്സ് അല്ല. അല്ല 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 അത് ഒരുപാട് മതിപ്പുണ്ടാക്കിയ ഒരു കാര്യമാണ്. കണ്ടിന്യൂ. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അതായത് ഒരു വീഡിയോ ചെയ്ത് തുടങ്ങിയ സമയത്ത് നമ്മള് ഒരു ചെറിയ ചീത്തകള് വിളിക്കുമായിരുന്നു, ഇല്ലെന്നല്ല, വിളിക്കരുത്. കാര്യം അത് നമ്മളിടയിൽ വിളിക്കുന്നതുകൊണ്ട്. ഇപ്പൊ നോർമൽ ലൈഫിൽ നമ്മൾ പല വാക്കുകൾ ഉപയോഗിക്കും. നമ്മൾ കാറിൽ പോകുമ്പം ചിലപ്പോൾ കാറിലൊക്കെ നമ്മുടെ വരുമ്പോഴേക്കും ഇവനായിരുന്നു ഇത് എന്ന് തോന്നും. കാര്യം അവിടെ നമ്മൾ വേറൊരു രീതിയിൽ അത്രയും ഇതൊരു ഇപ്പൊ ഒരു വീഡിയോ നമ്മളിപ്പോ ഒരു 5-6 പേരാണ് ഇവിടെ ഇരിക്കുന്നെങ്കിലും ഇത് പോണത് എത്രയും ലക്ഷം ആൾക്കാരുടെ ഇടയിലാണ്. അപ്പൊ നമ്മളൊരു സ്റ്റേജിൽ കയറി പ്രസംഗിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ സൂക്ഷിക്കണം അതൊക്കെ നമ്മളൊരു ഇന്റർവ്യൂവിലും സൂക്ഷിക്കണം. ഇന്റർവ്യൂവിൽ മാത്രമല്ല ഒരു വീഡിയോയിലും. ഒരു 3 പേരാണ് ഒരു വീഡിയോ ചെയ്യുന്നത്, അത് കാണുന്നത് ഒരു സ്റ്റേജിൽ നിൽക്കുന്നതിനെക്കാട്ടി ആൾക്കാരാണ് ആ വീഡിയോ കാണുന്നത്. 8M അല്ലെ 9M ആൾക്കാരെന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ഓരോ വാക്കും അത്ര ആൾക്കാരെ ഇടയിൽ പോവേ. അതായത് അവൻ ആ വാക്ക് വീണ്ടും കാണാം എടുത്തെടുത്ത് കണ്ടുകൊണ്ടിരിക്കും. ആണെങ്കിൽ അവന് വേണമെങ്കിൽ അതിൽ അഭിപ്രായം പറയാം. അപ്പൊ ചുമ്മാ പറഞ്ഞു പോണ ഒരു പരിപാടിയല്ല അല്ലല്ല. അതുകൊണ്ട് ആദ്യം നമ്മൾ ഇങ്ങനെ ചീത്ത വാക്കുകൾ ഉപയോഗിക്കുമായിരുന്നു. പിന്നെ നമ്മൾ വീഡിയോസ് ഞാൻ കണ്ടിട്ടില്ലല്ലോ. അതായത് അങ്ങനെ അങ്ങനെ റിമൂവ് ചെയ്തു. കണ്ടതിലൊന്നും അങ്ങനത്തെ ഒന്നും താഴെ പോയി കിട്ടും. അപ്പൊ നമ്മള് തന്നെ ഇപ്പൊ ആലോചിച്ചിരിക്കും, നമ്മൾ അന്ന് ഇങ്ങനെ പറഞ്ഞില്ല. 10K വ്യൂ കിട്ടിയാലും 10,000 പേരാണ്. 10,000 പേരാ. അതെ, ഹ്യൂജ് ആണ്. അത് 10,000 പേര് കണ്ടാൽ അത്ര പേർക്ക് അത് ഇടയിൽ അത് എത്തി. അതൊരു വലിയ കാര്യം തന്നെയാണ്. അതിപ്പോ 10 ആയാലും 1K ആയാലും 1000 പേര്. നമ്മളിപ്പോ ഒരു കല്യാണത്തിന് എത്ര പേരാണ് ചേട്ടാ? 2,000 പേര്. മാക്സ് 2,000 എന്നൊക്കെ പറഞ്ഞ ഒരു 2,000 3,000 അതൊരു വലിയ കാര്യം തന്നെയാണ്. 10K എന്ന് പറയുമ്പോ അത് കുറവാ തോന്നും. ഒരു സീനിൽ 10,000 ആക്ടേഴ്സ്, സപ്പോർട്ടിങ് ആക്ടേഴ്സിനെ നമ്മൾ നിരത്തുമ്പോ അറിയാം അതിന്റെ വലിപ്പം. അപ്പോഴാണ് 1,00,000 വ്യൂവേ ഉള്ളൂ എന്ന് പറയുമ്പോ എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത് ഡയലോഗ് ഇതങ്ങ് ക്ലിയർ ആയിട്ട്, അല്ലെങ്കിൽ മറ്റേ പറഞ്ഞ ക്ലിയർ ആയില്ല. ചീത്ത വിളിക്കുന്ന അല്ലെങ്കിൽ പിന്നെ അതവിടെ കിടക്കും. അതായത് ചീത്ത വിളിക്കുന്ന വാക്കുകൾ ചെറുതായിട്ട് യൂസ് ചെയ്യുന്നു. പിന്നെ നമ്മൾ കുറച്ച് വീഡിയോ കഴിഞ്ഞ് വന്നപ്പം ഇത് കൊച്ചു മക്കളും ഈ പ്രായമുള്ളവരും കാണുന്നുണ്ട്. അപ്പൊ നമ്മളത് ചെയ്താ അത് ഇൻഫ്ലുവൻസ് ആവും. മനസ്സിലായില്ലേ? അത് അങ്ങനെ ആവുന്നോണ്ട് കുറച്ച് കാര്യങ്ങൾ നമ്മളങ്ങ് ഒതുക്കി. പിന്നെ നമ്മളല്ലാതെ ചെയ്യും. പക്ഷെ നമ്മളെ വീഡിയോയിൽ അങ്ങനെ ചെയ്യുന്നെന്ന് വിചാരിച്ചൊരിക്കലും റിയൽ ലൈഫ് അങ്ങനെയല്ല. ഈ എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത് എന്നുള്ള ആ ഡയലോഗ്, ഐ മീൻ ആ ഒരു ഇത് നമ്മുടെയൊക്കെ റിയൽ ലൈഫിൽ ഭാഗമായി തുടങ്ങി. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഭയങ്കര ഒരു വലിയ നമ്മുടെ മനസ്സിനെ പിടിച്ചു കൊടുക്കുന്ന ഒരു കൊലപാതകമൊക്കെ നടക്കുകയാണെങ്കിൽ അപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഒരു ലിംഗോല് വരിക എന്നൊക്കെ പറയില്ലേ? അല്ലെങ്കിൽ എന്താടാ നമ്മൾ ദാസ നമുക്ക് ഈ ബുദ്ധി നേരത്തെ തോന്നാതിരുന്നത് എന്നുള്ള പോലെയൊക്കെ തന്നെ ആയിപ്പോയി ആ ഡയലോഗ്. ഈ ന്യൂസ് ചാനൽസ് അത് ഉപയോഗിക്കാൻ തുടങ്ങി. എന്തൊക്കെയാണ് കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത് പറയുന്നത്. ഇതൊക്കെ കാണുമ്പോൾ അലനും ഹാഷിറിന്റെ ഫീലിംഗ് എന്തായിരുന്നു?
ഭയങ്കര സന്തോഷമാണ്. കാര്യം ഒരുപാട് പേർക്ക് ഇടയിൽ അത് എത്തി എന്നാലോചിച്ച് ഭയങ്കര സന്തോഷം. ഒന്നത്തെ കാര്യം, നമ്മൾ ഈ ഡയലോഗ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നാളെ നമുക്കിത് ട്രെൻഡ് ആക്കണം, ആൾക്കാരുടെ സംസാരിക്കണം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഡയലോഗ്സ് എല്ലാം ഒന്നും നമ്മൾ സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നത്. അതിപ്പം പറഞ്ഞ് എന്തൊക്കെയാണ് കൊച്ചുകളിൽ പറയുമ്പോഴത്തേക്ക് അതിന് റിപ്ലൈ ആയിട്ട് എനിക്ക് വരുന്ന ഒരു ഡയലോഗ് എന്തൊക്കെയാണ് എന്ന് ഞാൻ അവിടെയാണ് അതൊരു ഇതുണ്ടാവുന്നത്. അത് റിയൽ ആയിട്ട് കണ്ടപ്പോ അല്ലാണ്ട് അത് ട്രെൻഡിങ് ആവാനോ ആൾക്കാർക്കിടെ എത്തിയാൽ സംസാരിക്കാൻ വേണ്ടോ ഒന്നും ഒരിക്കലും ഉണ്ടാക്കുന്ന ഡയലോഗ്സ് അല്ല ഞങ്ങൾ ഉണ്ടാക്കുന്നതാണ്. പിന്നെ ചില വീഡിയോസ് ചിലപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കുന്ന ചില റീലിന്റെ ചില ഡാൻസ് ഇതൊക്കെ അതും പ്ലാൻഡ് അല്ല. അതും ഞങ്ങൾ ചിലപ്പോൾ അവിടെ സ്പോട്ടിൽ വന്നിട്ട് നമുക്ക് ഇന്ന് ഇങ്ങനെ ഒരെണ്ണം ചെയ്യണം, പിന്നെ അത് ആൾക്കാർക്കിടെ എത്തുന്ന ഒന്നും ഞങ്ങൾ ഉണ്ടാക്കുന്നത് ട്രെൻഡിങ്ങിന് വേണ്ടിയിട്ടല്ല. പിന്നെ ആൾക്കാർ അത് ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഭയങ്കര സന്തോഷമാണ്. ഒരുപാട് പേരത് ഇപ്പൊ വലിയ ആക്ടേഴ്സ് ആയാൽ പോലും ചിലപ്പോൾ അവരുടെ എന്തൊക്കെയാണ് കൊച്ചുകൾ നടക്കുന്നത് പറയണ്ട. ടോവിനോ ചേട്ടനൊക്കെ പറയുന്നുണ്ട്. അത് വിഷ്ണു പറഞ്ഞ കറക്റ്റ്. ഒരു മെയിൻ ചാനൽ പേര് പറയുന്നില്ല, അവരുടെ ക്യാപ്ഷൻ അവരുടെ കാർഡിലൊക്കെ എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത് എന്ന് പറയുന്ന അവരുടെ ഒരു വലിപ്പം. അതുപോലെ ഇപ്പൊ ആര് ഷുഗർ കട്ട് എടുത്താലും ആര് ഡയറ്റ് നോക്കിയാലും ഹെൽത്തി കുട്ടാണ്. ഈ മന്തിയുടെ ഇവരുടെ വീഡിയോസ് ഇല്ലേ, എനിക്ക് ഒരുപാട് എനിക്ക് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ളതുകൊണ്ട് എനിക്കത് ഭയങ്കര റിലേറ്റബിൾ ആയിരുന്നു. ഇങ്ങനെയുള്ള പദങ്ങളുണ്ടല്ലോ, ഇപ്പൊ ഹെൽത്തി കുട്ട, എന്തൊക്കെ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത് ഇത്. പക്ഷെ നിങ്ങൾ വൺസ് അത് വർക്കായി കഴിഞ്ഞാൽ പിന്നെ അത് വേറൊരു റീലിൽ ഉപയോഗിക്കുന്നുമില്ല. സാധാരണ ആളുകൾ അതിന്റെ തന്നെ ഒരു ഫ്രാഞ്ചൈസ് പോലെ അത് ഇങ്ങനെ പതുക്കെ ഇട്ടിട്ട് പോവുക ചെയ്യുക. നിങ്ങൾ ഒരിക്കലും സ്വയം റിപ്പീറ്റ് ആവാതിരിക്കാൻ ബുദ്ധിയുണ്ട്. അത് കോൺഷ്യസ് ആയിട്ട് എടുത്ത തീരുമാനം. കാര്യം ഒരു ട്രെൻഡ് ആയി ആൾക്കാരെടുക്കണം. അതായത് നമ്മൾ ഈ പറയുന്നതിൽ അവർക്ക് ഏതാണ് ഇഷ്ടമുള്ളത് അവര് പറയുന്നത്, പിന്നെ നമ്മൾ ചെറിയൊരു ബൂസ്റ്റ് എന്തെങ്കിലും സ്റ്റോറിയോ അങ്ങനെ എന്തെങ്കിലും ഇട്ടൊന്നും ഇതാക്കി കൊടുക്കത്തേ ഉള്ളൂ. ബാക്കി അവര് തന്നെയാണ് അത് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അത് പിന്നെ വീണ്ടും അതിലൂടെ നിൽക്കാതെ അടുത്ത പുതിയത് എന്തെങ്കിലും ചെയ്യാം. കാര്യം അത് ട്രെൻഡ് പൊക്കോളും. ആക്സിഡന്റ് വന്നാലും പറയും അങ്ങോട്ട് അത് മറ്റേ വീട്ടിൽ നമ്മൾ യൂസ് ചെയ്തില്ല, അത് വേണ്ട, മാറ്റി യൂസ് ചെയ്യാം. അങ്ങനെ മാറ്റിയും തിരിച്ചും ചെയ്യും. കാര്യം അതെന്താണെന്നറിയോ, നമ്മളുടെ പ്രേക്ഷകർ, ഞാൻ ഉൾപ്പെടുന്ന വിഷ്ണു ഒരു കാര്യം ചെയ്തു അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്തു, ഗംഭീരമായി കൈ പിടിച്ചു, 3 ദിവസം ചെയ്താ അവൻ തന്നെ വേറെ വിളിക്കും, ഞാൻ തന്നെ വിളിക്കും. ആ തിരിച്ചറിവുണ്ട്. അതാ ഞാൻ നേരത്തെ പറഞ്ഞേ, ഇവര് കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനോടൊപ്പം തന്നെ അതിന്റെ പക്വത കീപ്പ് ചെയ്യുന്ന പല കാര്യങ്ങളും ഇവരിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതാണ് നേരത്തെ പറഞ്ഞ അറ്റൻഷൻ സീക്കിങ്ങിനുള്ള വഴികൾ തേടാതിരിക്കുക. തിങ്സ് വിൽ കം. നമ്മൾ കണ്ടന്റ് ഉണ്ടാക്കി നമ്മൾ ക്വാളിറ്റിയിൽ ഡിപ്പെൻഡ് ചെയ്താൽ മതി. വിപിൻ ദാസ് ഫൈൻഡ് ചെയ്തത് എന്താണ്, ഇവരിൽ ആ ക്വാളിറ്റി കീപ്പ് ചെയ്തോണ്ടാണ് ഇവരുടെ വീഡിയോസ് കൺസിസ്റ്റന്റ് ആയിട്ട് പോകുന്നത്. മനസ്സിലായോ? കൺസിസ്റ്റൻസി ഭയങ്കര ഇമ്പോർട്ടന്റ്. ഈ വിപിൻ ദാസ് എങ്ങനെയാണ് നിങ്ങളെ കൊണ്ട് അഭിനയിപ്പിച്ചെടുത്തത്? അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഒരു ടീമിൽ മാത്രമാണ് നിങ്ങൾ കംഫർട്ടബിൾ. അതായത് നിങ്ങൾ പെട്ടെന്ന് ഇപ്പൊ വേറെ കുറെ സങ്കേതങ്ങളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ, കുറെ ക്യാമറയും വേറൊരു ഡയറക്ടറൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓക്കെ ആയിരിക്കില്ല. അപ്പൊ നിങ്ങൾ പതുക്കെ സംസാരിച്ച് കൊണ്ടുവരികയായിരുന്നു. ഞങ്ങൾ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്, മീൻ പിടിക്കാൻ പോകുന്ന വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട് വിപിൻ ഒക്കെ ആയിട്ട്. അപ്പൊ എങ്ങനെയാണ് ആള് നിങ്ങളെ ക്യാൻവാസ് ചെയ്തത്? അതായത് അതിപ്പം അവിടെ മാത്രമല്ല, ഇപ്പൊ നമ്മള് പൊതുവെ ഒരു സ്ഥലത്ത് ചെല്ലുമ്പം നമ്മൾ ആദ്യമേ കയറി ഇതാവില്ല. അതാണ് അതിനുള്ള ബേസിക് കാര്യം. നമ്മള് ഇപ്പം അതിപ്പോ അവിടെ ആ സിനിമയുടെ ലൊക്കേഷൻ ആയതുകൊണ്ടാണ്. ഇപ്പൊ നാളെ നമ്മളൊരു വീട്ടിൽ പോവുകയാണെങ്കിൽ നമ്മൾ അവിടെ കയറി ആദ്യമേ ബഹളം വെക്കില്ല. നമ്മള് പയ്യെ അപ്പൊ അതായിരിക്കും ചേട്ടൻ ആദ്യമേ കണ്ട നമ്മളെ, മനസ്സിലായില്ലേ? അപ്പൊ അതേ കണക്ക് പിന്നെ ചേട്ടനെ അത് അക്സെപ്റ്റ് ആയി. ഓക്കെ, പിന്നെ അവർക്ക് ആ രീതി പറ്റുമെന്ന് ചേട്ടൻ തോന്നിയോണ്ടാണ് പിന്നെ പല രീതിയിലുള്ള റോളും കാര്യങ്ങളൊക്കെ മാറിയും തിരിഞ്ഞൊക്കെ വന്ന. അതായത് നമ്മളാ ചെല്ലുമ്പോഴേ സിനിമയിൽ നമ്മൾ അത്രയും ആക്റ്റീവ് ആയിരിക്കുമല്ലോ. കാര്യം നമ്മൾ പുതിയതായിട്ട് കാണുന്ന ആൾക്കാർ നമ്മൾ ഇതോട്ടും ജീവിതത്തിൽ കാണുന്നത്. അതായത് ഇപ്പൊ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ചെന്നപ്പോഴാണ് ഈ നമ്മൾ ഈ ഓരോ റിയാലിറ്റി ഷോയിലൊക്കെ സെറ്റ് തന്നെ കണ്ട. മനസ്സിലായില്ല, നമ്മൾ ഇതിൻ്റെ അകത്ത് ഇത് എങ്ങനെയാ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്? അതായത് അറിയത്തില്ല, തുറന്നു കയറുമ്പോൾ വേറെ സ്ഥലം. കാര്യം നമ്മൾ ഈ വീഡിയോ ഡേയിലായാലും അങ്ങനെ പോകുന്നില്ല. നമ്മളിപ്പോ പടത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെയൊക്കെ ചെല്ലുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് അതൊക്കെ ഒരു പുതിയൊരു അനുഭവമാണ്. അത് കണക്ക് തന്നെ നമ്മളൊരു സ്ഥലത്ത് ആദ്യമായിട്ട് ചെല്ലുമ്പോൾ നമ്മൾ കുറച്ച് ഇതായിട്ട് നിൽക്കും. അത് കഴിയുമ്പോൾ നമുക്ക് അതങ്ങ് മാറും.